കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലായി. ഭൂമി ഏറ്റെടുത്ത സ്ഥലത്തെ വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റി തുടങ്ങി. 19 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കണമെന്നാണ് കരാർ. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗവാർ കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതുതായി ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും കെട്ടിടങ്ങൾ പൊളിക്കുന്നതും 2 മാസത്തിനകം പൂർത്തിയാക്കും. 39 വീടുകളാണ് പൊളിച്ചു മാറ്റേണ്ടത്. റൺവേ നവീകരിക്കുമ്പോൾ നാട്ടുകാർ നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പള്ളിക്കൽ വില്ലേജിലെ കരിപ്പൂർ പ്രദേശത്ത് നമ്മുടെ PWD റോഡ് വളരെ ബെൻഡായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി തന്നെ അത് നേരെയാക്കിയാൽ യാത്രക്കാർക്ക് വലിയ ഉപകാരമാവും. അതുപോലെ തന്നെ നമ്മുടെ നെടിയിരുപ്പ് ഭാഗത്ത് ആ ബെൽറ്റ് റോഡിന് അതിനൊരു ബദൽ സംവിധാനം അതും കൂടി കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥലമെടുപ്പും അതുപോലെ തന്നെ എയർപോർട്ടിന്റെ വികസനവും നമ്മൾ ഉദ്ദേശിച്ച പോലെ പൂർത്തിയാകുമെന്നുള്ളതാണ്. വിമാനാപകടം ഉണ്ടായതിനാലാണ് റിസയുടെ നീളം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി മാറിയത്. റൺവേയിൽ നിന്ന് വിമാനം മുന്നോട്ട് പോയാൽ വിമാനത്തെ പിടിച്ചു നിർത്താനുള്ള ചതുപ്പ് നിലമാണ് റിസ. നിലവിൽ 2860 മീറ്ററാണ് റൺവേയുടെ നീളം. റൺവേയുടെ 2 ഭാഗത്തായും 240 മീറ്റർ നീളം റിസയ്ക്ക് വേണം. 1.5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൺവേ നവീകരണം പൂർത്തിയായാൽ മാത്രമേ വലിയ വിമാനങ്ങൾ ഇറക്കാൻ വ്യോമയാന മന്ത്രാലയം അനുമതി നൽകൂ. മീഡിയ 1 മലപ്പുറം.